മനുഷ്യ മനസാക്ഷിയെ മരവിച്ച് 2 ദിവസമായിട്ട് ഒരു സംഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 1.5 വയസ്സുകാരന്റെ കൊലപാതകം. അഷ്കർ എന്ന മനുഷ്യ മൃഗത്തിന്റെയും അതേപോലെ അവന്റെ അമ്മ, അതായത് ആ കുഞ്ഞിന്റെ അമ്മ, ശരിക്കും പറഞ്ഞാൽ അവരെയൊന്നും അമ്മ എന്ന് വിളിക്കാൻ നമുക്ക് തോന്നുകയില്ല. മനുഷ്യ സ്ത്രീയുടെ ജന്മം ധരിച്ച രാക്ഷസിയാണ് അവർ. ആ ഒരു സ്ത്രീയും കൂടി ചേർന്നിട്ടാണ് 1.5 വയസ്സുള്ള തന്റെ മകനെ, പിഞ്ചു കുഞ്ഞിനെ 51 മുറിവുകളും ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ പല സ്ഥലത്തും സിഗരറ്റ് വെച്ച് പൊള്ളിക്കുകയും ആ കുഞ്ഞ് മരിക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള നിമിഷം വരെ വേദന നിറഞ്ഞിട്ടായിരുന്നു മരിച്ചിരുന്നത്. ഇടക്കാലം കൊണ്ട് യൂട്യൂബില്, അതായത് ഒരു യൂട്യൂബർ എടുത്ത ഒരു ഫോട്ടോയോ ഒരു വീഡിയോയിലൂടെ ആ കുഞ്ഞിന്റെ മുഖം നമുക്ക് പരിചിതമായിരുന്നു. 2 കൈയും തല്ലി ഒടിച്ച് ഒരു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആ കുഞ്ഞിന്റെ വീഡിയോ നിറഞ്ഞിരുന്നു. അന്നെല്ലാം നമ്മൾ രസകരമായിട്ട് കമന്റ് ഇട്ടത് കുറുമ്പന്റെ വികൃതി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയില്ല ആ കുഞ്ഞിന്റെ കണ്ണിലെ നിസ്സഹായ അവസ്ഥ എന്തായിരുന്നു എന്ന്. രണ്ടാം അച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന അഷ്കർ എന്ന മനുഷ്യ മൃഗവും അഖില എന്ന പെറ്റമ്മ, അതായത് പെറ്റമ്മയ്ക്ക് പോലും മാനക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നരാധമയായ സ്ത്രീയുടെ ക്രൂരതകൾ ഏറ്റുവാങ്ങിയ ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു അതെന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ മുഖം കണ്ട് കേരള ജനത അമ്പരന്ന് പോവുകയാണ് ചെയ്തത്. കാരണം ഇത്രയില്ലാത്ത കുഞ്ഞാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കിയത്. 1.5 വയസ്സുകാരന്റെ 2 കൈ ഒടിഞ്ഞപ്പോൾ അതൊരു വികൃതിയായിട്ടാണ് എല്ലാവരും അതിനെ കണ്ടത്. പക്ഷെ ആ കണ്ണിൽ, അവന്റെ കണ്ണുകളിൽ തിളങ്ങിയിരുന്ന നിസ്സഹായ അവസ്ഥ നമുക്ക് മനസ്സിലാവുകയുണ്ടായിരുന്നില്ല. കാരണം 51 മുറിവുകളാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിതാ ആ അഷ്കർ എന്ന മനുഷ്യ മൃഗം പറഞ്ഞിരിക്കുകയാണ് താൻ ഇത്രയും ചെയ്തിരിക്കുന്നത് തന്റെ ഭാര്യയായ, അതായത് അഖിലയുടെ മുന്നിലൂടെ അഖിലയുടെ സമ്മതം ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിട്ട്. ഭിത്തിയിൽ അടിച്ച് തലക്കിട്ടടിച്ച് ആ കുഞ്ഞിനെ കൊന്നതും പോരാനിട്ട് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വരുത്തി തീർക്കുമായിരുന്നു. ഭക്ഷണം തൊണ്ടേ കുടുങ്ങിയിട്ടാണ് കുഞ്ഞു മരിച്ചതെന്ന്. എന്താ ഇവരെന്താ വിചാരിച്ചേ, ഈ ഡോക്ടേഴ്സ്മാരെല്ലാം പൊട്ടന്മാരാണെന്നോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ ഈ 51 മുറിവുകളും കുഞ്ഞിനെ ദേഹോദരം ഏൽപ്പിച്ചതും മനുഷ്യന്മാര് പോലും ചെയ്യാൻ അറക്കുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുകയില്ല എന്നാണോ വിചാരിച്ചത്? ഈ അഷ്കർ എന്ന് പറഞ്ഞ വ്യക്തി ഇത് ഇന്നു മുതലേ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അഷ്കറിന്റെ ആദ്യത്തെ ഭാര്യ ആമിന ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാവോ? 18 വയസ്സായപ്പോൾ ആ പെൺകുട്ടി കോമ സ്റ്റേജിലാണ്. 13 മാസമായിട്ട് ആ പെൺകുട്ടി കോമ സ്റ്റേജിലാണ്. ഇതേപോലെ തന്നെ ഭിത്തിയിൽ തലയടിപ്പിക്കുകയും വിഷം നിർബന്ധിച്ച് കുടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ മനുഷ്യ ജന്മത്തിന് പോലും അപമാനമായി ഈ അഷ്കർ ചെയ്ത ഇത്രയും വൈകൃതങ്ങളാണ്. എന്നിട്ടും ആ കുട്ടിയും ആ അമ്മയും പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് അലംഭാവം കാണിക്കാനുണ്ടായത്. എവിടെയാണ് ഇവിടെ വനിതാ കമ്മീഷനും ഫെമിനിസ്റ്റുകളും? സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനായിട്ടുള്ള ഫെമിനിസ്റ്റുകളും വനിതാ കമ്മീഷനും എവിടെ? ഇവരെല്ലാം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് മാത്രമാണോ, അല്ലെങ്കിൽ അവരുടെ വാർത്തയ്ക്ക് വേണ്ടി മാത്രമാണോ അന്തിച്ചർച്ചകളിൽ പങ്കെടുക്കുകയുള്ളൂ, തെരുവിൽ ഇറങ്ങുകയുള്ളൂ, പ്ലക്കാർഡ് എന്തുകയുള്ളൂ? എവിടെയാണ്? ഹാമിന എന്നൊരു സ്ത്രീക്ക് സംഭവിച്ചപ്പോഴും അഷ്കർ എന്ന മനുഷ്യ മൃഗം ഇവിടെ കിടന്ന് വിലസുകയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അടുത്ത കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോ അഷ്കർ ഇതിനെ കാണുന്നത്? മാത്രവുമല്ല, ഇപ്പോൾ അഖിലയുടെ മുൻ ഭർത്താവിന്റെ കുഞ്ഞാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്, അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞിന്റെ മരണം ഇത്രയ്ക്കും നീചമായ രീതിയിലായിരുന്നു. ഇപ്പോൾ അഖിലയുടെ അമ്മായിച്ചൻ പറയുന്ന ഒരു വാക്കുകളുണ്ട്. തന്റെ മകൻ മരിക്കാൻ കാരണം അഖില എന്നൊരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതായത് അഷ്കറിന് മുൻപേ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ചക്കിക്കൊത്ത ചങ്കരം തന്നെയാണ്. അഖിലയ്ക്ക് ഈ ഒരു കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അഖിലയ്ക്ക് ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാർക്ക് കൊടുക്കാമായിരുന്നു. ആ അമ്മയുടെ ധൈര്യമായിട്ടൊരു വാക്കുകൾ ഉണ്ടായിരുന്നു. അതായത് അഖിലയുടെ മുൻ ഭർത്താവിന്റെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തന്റെ കുഞ്ഞെങ്കിലും ജീവിക്കട്ടെ, അവൾ സമാധാനത്തോടും സന്തോഷത്തോടെയും ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, തന്റെ കുഞ്ഞും കൂടി അവളൊപ്പം ജീവിക്കുമല്ലോ, ഇടയ്ക്കൊക്കെ ഇവിടെ വരുമല്ലോ. അതായിരുന്നു. കാരണം മനസ്സോട് കൂടിയാണ് ആ അമ്മ അഖിലയ്ക്ക് കുഞ്ഞിനെ കൊടുത്തുവിട്ടത്. കാരണം മാതൃസ്നേഹം എന്നൊരു സംഭവമുണ്ട്. മാത്രമല്ല മുലപ്പാല് കുടിച്ച് തന്നെ വളരട്ടെ എന്ന് ഓർത്തിട്ടായിരുന്നു. പക്ഷെ ആ അമ്മ അറിഞ്ഞിരുന്നില്ലല്ലോ കൊല്ലാൻ കൊണ്ടുപോയതാണെന്നുള്ളത്. ഒരു പെറ്റമ്മയ്ക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? സ്വന്തം കുഞ്ഞിനെ വല്ലവരും ഇങ്ങനെ അടിച്ച് ഏൽപ്പിക്കുന്നു. 51 മുറിവുകൾ ശരീരത്തിലാകെ, ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ പൊള്ളലുള്ള പാടുകൾ, സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുന്നു. ആ കുഞ്ഞിന്റെ കാൽപാദം അടർന്ന് വീഴാറായി പൊള്ളിയിട്ട്. ജീവിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞ് എന്തോരം വേദനയാണ് സഹിച്ചത്. ആ കുഞ്ഞിന് ചിരിക്കുന്ന മുഖമാണ് നമ്മളിപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും അഖില എന്നൊരു മനുഷ്യ മൃഗത്തെ, സ്ത്രീ ജന്മത്തെ ന്യായീകരിക്കാൻ പോലും കഴിയുകയില്ല. അത്തരത്തിലുള്ള തെമ്മാടിത്തരം ഏറ്റവും കൂടുതൽ എന്ത് ശിക്ഷയാണോ കൊടുക്കാനുള്ളത് അതെല്ലാം കൊടുക്കുക. കാരണം ഇനി ഒരു അഖിലയും മറ്റൊരു അഷ്കറും ഇവിടെ ഉണ്ടാകരുത്. അഷ്കർ എന്ന് പറഞ്ഞൊരു വ്യക്തി,
അതായത് ഇതിനു മുന്നേ ആമിനെ ക്രൂരമായിട്ട് തലക്കടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചതാണ്. ആമിനയ്ക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല. വേദന തിന്ന് ജീവിക്കാൻ 13 മാസമായിട്ട് 18ാമത്തെ വയസ്സ് 2024 കോമ സ്റ്റേജിലാണ് ആ കുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെയൊക്കെ നിയമങ്ങൾ എന്തെടുക്കുകയാണ്? ഇങ്ങനെയുള്ള മനുഷ്യ മൃഗത്തെയൊക്കെ വേട്ടയാടാൻ വിടുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇവന് വേണ്ടി ഒരു വക്കീല് പോലും ഹാജരാവാൻ നിൽക്കരുത്. ഹാജരാക്കാൻ ഈ കേസിലൂരി അടുത്ത ഒരു ഇരയെ ഇവൻ പിന്നെ വേട്ടയാടാൻ നോക്കും. അതിൻ്റെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെയും ഇവൻ കൊല്ലാൻ നോക്കും. കാരണം ഇവന്റെ ഒരു സാഡിസ്റ്റാണ്. ഇവനൊരു സാഡിസ്റ്റാണ്. സാഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മൃഗമാണ്. ഒരു കണിക പോലും ഇവന് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ, കേരളത്തിലുണ്ടെങ്കിൽ അത് ഈ നിയമത്തിന്റെ അഭാവമാണ്. കാരണം എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ 3 നേരവും 4 നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാകത്തിന് തിന്നു കൊഴുത്തു വിടുന്ന, അടുക്കാൻ നിൽക്കുന്ന ആടിനെ പോലെയോ അല്ലെങ്കിൽ പോത്തിനെ പോലെയോ മാടിനെ പോലെയോ തിന്നു കൊടുത്ത് കൊഴുത്ത് നിൽക്കുന്ന മനുഷ്യ മൃഗങ്ങളായിട്ട് ജയിലിൽ തീറ്റി പോറ്റുന്ന നിയമമുള്ളത് കൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഗൾഫിലെ രാജ്യങ്ങൾ നിയമങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിൽ തോന്നും. കാരണം മുട്ടുവറയ്ക്കുന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഇതേപോലെയുള്ള ശിക്ഷകൾ കുറയും. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടു. ഇപ്പോൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രവണത വരുന്നത്. കാരണം സ്ത്രീയും പുരുഷനും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. പക്ഷെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോഴൊക്കെ നിയമത്തിന്റെ ഇളവുകൾ ലഭിക്കും. പക്ഷെ ഈ ഒരു അഖില എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇളവുകൾ കൊടുക്കാൻ പാടില്ല. കാരണം സ്വന്തം കുഞ്ഞിനെ കൺമുമ്പിലിട്ട് ചവിട്ടി മെതിച്ച് വയറ്റത്തിൽ ചവിട്ടിയും സിഗരറ്റ് വെച്ച് പൊള്ളിച്ചും കയ്യിലും കാലിലും ജനനേന്ദ്രിയത്തിലും എല്ലാം ചെയ്തിട്ടും ഭിത്തിയിൽ തല അടിച്ച് ആ കുഞ്ഞ് മരണപ്പെട്ടിട്ട് മറ്റവരുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, തൊണ്ടേ കുടുങ്ങിയെന്ന് കള്ളം പറഞ്ഞാണ് അഷ്കർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്നാൽ കള്ളം പൊളിഞ്ഞത് അവിടെയാണ്. ദൈവത്തിന്റെ അദൃശ്യ കൈകൾ എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ പോലീസ് തെളിവെടുക്കാൻ വന്നപ്പോൾ ആ വീട്ടിലെ സകല സാധനങ്ങളും ഇവർ വൃത്തിയാക്കിയിരുന്നു. കുഞ്ഞിന്റെ വസ്ത്രം ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു കുറ്റസമ്മതം അഷ്കർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭാര്യയായ അഖിലയുടെ മുന്നിൽ വെച്ചാണ്. അവിടെയാണ് പോലീസിന് ട്വിസ്റ്റ് ഉള്ളത്. കാരണം ഇതിനു മുൻപേ ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അഖിലയുടെ മുൻ ഭർത്താവിന്റെ മരണം, ഡാൻസ് ടീച്ചറിന്റെ മരണം, ഇതെല്ലാം അന്വേഷിക്കാൻ ഉത്തരവിടാൻ പോവുകയാണ്. കുറ്റവാളികൾ ഇനി ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഇവർക്കൊരു ശിക്ഷ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നു. മനസ്സറിഞ്ഞ് തന്നെ ആഗ്രഹിക്കും. കാരണം 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അനുഭവിക്കാൻ പറ്റാത്ത അത്രയും അനുഭവിച്ചിരിക്കുന്നു.